കർണാടക ഹുൻസൂരിലെ ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി കവർച്ച. 10 കോടിയുടെ വൻ കവർച്ചയാണ് നടന്നതെന്ന് FIR. 8.5 കിലോ സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ കവർച്ച ചെയ്തുവെന്നും FIR. ഇതിനിടെ കവർച്ചാ സംഘം ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സാരി പാലസ് വർഷങ്ങളായി മംഗലാപുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ പുത്തൻ വിസ്മയങ്ങൾ. സാരി പാലസ്, സാരീസ് ആൻഡ് സൽവാർസ്, KS റാവു റോഡ്, മാംഗ്ലൂർ. മൈസൂരു ഹുൻസൂരിലെ കണ്ണൂർ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലെ കവർച്ച. പ്രതികളെ പിടികൂടുവാനാകാതെ പോലീസ്. സംഘം 8 മിനിറ്റ് കൊണ്ട് 8.5 കിലോ സ്വർണ്ണ വജ്രാഭരണങ്ങൾ കവർച്ച ചെയ്തെന്നാണ് FIR-ൽ പറയുന്നത്. 10 കോടിയുടെ വൻ കവർച്ചയാണ് നടന്നതെന്നും FIR-ൽ പറയുന്നു. ഞായറാഴ്ച വൈകിട്ടോടെ മുഖംമൂടി ധരിച്ച് 2 ബൈക്കുകളിലായെത്തിയ സംഘം ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് കവർച്ച നടത്തിയത്. തടയുവാൻ ശ്രമിച്ചുവെങ്കിലും ജീവനക്കാർക്ക് നേരെ സംഘം 2 തവണ വെടിയുതിർത്തു. ഭാഗ്യം കൊണ്ടാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചു. കവർച്ച നടത്തിയതിനു ശേഷം സംഘം കേരള ഭാഗത്തേക്കാണ് രക്ഷപ്പെട്ടത്. ഇവർ അതിർത്തി വഴി കേരളത്തിലേക്ക് കടന്നതായാണ് സൂചന. അതേസമയം കവർച്ച നടന്ന് 2 ദിവസമായിട്ടും പ്രതികളെക്കുറിച്ചുള്ള സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ജ്വല്ലറിയിലെ CCTV-യിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളിൽ കവർച്ചക്കാരുടെ മുഖം വ്യക്തമാകുന്നുണ്ട്. എന്നാൽ ഇവർ ആരാണെന്ന് കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല. 5 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കവർച്ചക്കാർ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് സംസാരിച്ചത്. ഇത് അന്വേഷണത്തെ വഴിതെറ്റിക്കുവാനെന്നാണ് അനുമാനം. ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കവർച്ച എന്നാണ് പോലീസ് നിഗമനം. ന്യൂസ് ഡെസ്ക് KCN.